ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദി വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദി വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമേ മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഹ കൃതവോ ഇന്ദു വിശ്വദഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹത്തിനാൽ നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മ്യങ്ങളെ അറിയുകയാണ്. ഇന്ന് 31ാമത്തെ ശ്ലോകം ആണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ശ്ലോകത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ അഖില പുരുഷാർത്ഥൈക ഘടനായൈ നമഃ. ഓം ശ്രീ അഖില പുരുഷാർത്ഥൈക ഘടനായൈ നമഃ. ഈ ശ്ലോകം ജപിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫലശ്രുതിയായി പറഞ്ഞിരിക്കുന്നത് രാജവശ്യം, രാജാക്കളെയും അല്ലെങ്കിൽ ഭരണാധികാരത്തെയും വശീകരിക്കാൻ സാധ്യതയുള്ള ബലം, ശക്തി, തേജസ് ഈ ജപിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിത്തീരും. സങ്കല്പം രാജദ്വാരേ സർവാനുകൂല്യ സിദ്ധ്യർത്ഥം ഏകത്രിംശതി ശ്ലോകം ജപേത്. ഈ സ്തോത്രത്തിൽ പ്രതിപാദിക്കുന്ന അതിപ്രാധാന്യമേറിയ തത്വം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പരാശക്തിയുടെ പഞ്ചദശി എന്നുള്ള ശാസ്ത്രവിദ്യ അല്ലെങ്കിൽ പഞ്ചദശി എന്നുള്ള മഹാമന്ത്രത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ഇതിൽ പരാമർശിക്കുന്നത്. ജപിക്കേണ്ട രീതി രാവിലെ കിഴക്കുമുഖമായിരുന്ന് 45 ദിവസം, ഒരു ദിവസം 1000 പ്രാവശ്യം വീതം ഈ മന്ത്രത്തെ, ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തുന്നതായാൽ അവർക്ക് രാജാവിനെ അത് ഭരണാധികാരിയെ വശീകരിക്കുവാനും പൊന്നും പണവും, ഭാര്യയ്ക്ക് നല്ല ഭർത്താവും ഭർത്താവ് നല്ല ഭാര്യയും നല്ല മക്കളും നല്ല ഗൃഹം, വാഹനം എന്നുള്ള എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭ്യമായി തീരും എന്നാണ് ഫലശ്രുതി പറയുന്നത്. നിവേദ്യം പാൽ, തേൻ, പഴം. ചിലർ ചോദിക്കും, ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഇത്രയെല്ലാം വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണോ എന്ന്. സംശയിക്കാൻ എന്താ ഉള്ളത്? ഓരോ മന്ത്രങ്ങളും മഹാത്മാക്കൾ അതിനെ രചിച്ച് കമ്പോസ് ചെയ്ത് അതിന് അർഹതയായിരിക്കുന്ന ആ ദൈവസങ്കല്പത്തിനോട് സമർപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് എഗ്രിമെൻ്റ് എഴുതി വാങ്ങിക്കുകയാണ്. ഈ സ്തോത്രം ആര് ജപിക്കുന്നുവോ ഇന്ന ഫലങ്ങളെല്ലാം അവർ കൊടുക്കണം. അവർ തഥാസ്തു എന്ന് പറയുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തലയാണ്, തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു 200 mg അല്ലെങ്കിൽ 500 mg ഒരു ചെറിയ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നു, തലവേദന മാറും. ഇതെങ്ങനെ സാധിച്ചു? കാരണം ഈ ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഈ തലവേദന മാറാനുള്ള മരുന്ന് അതിനകത്ത് കുത്തിവെച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തോടു കൂടി ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ അവന് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മന്ത്രങ്ങളെല്ലാം സിദ്ധി രൂപത്തിൽ മാത്രമാണ് ബലം കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരു പരിധിവരെ ആ മന്ത്രം ജപിക്കുന്ന ആളെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ മിതമായ രീതിയിലായിരിക്കും അതിൻ്റെ ബലം കൊടുക്കുക. അമിതമായ രീതിയിൽ ബലം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണ ബലം ലഭിക്കണമെങ്കിൽ അതിൽ സിദ്ധി വരുത്തേണ്ടതാണ്. കാരണം ഇത് സൂക്ഷ്മമാണ്, മെഡിസിൻ കഴിക്കുന്നത് സ്ഥൂലമാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇതിന് പറഞ്ഞിരിക്കുന്ന യന്ത്രം പരാശക്തിയുടെ ശ്രീചക്രം തന്നെയാകുന്നു ഇതിന് കൊടുത്തിരിക്കുന്ന യന്ത്രം. ശ്ലോകം പറയുന്നു, ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി സകലമതിസന്ധായ ഭുവനം സ്ഥിതഃ തത് സിദ്ധി പ്രസവപരതന്ത്രൈഹി പശുപതിഃ പുനഃ ത്വത് നിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലം അവാദീതതത് ഇദം. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം സ്ഥിതി തത് സിദ്ധി പ്രസവപരതന്ത്രൈഃ പശുപതിഃ പുനസ്ത്വന്നിർബന്ധാത്
അഖില പുരുഷാർത്ഥൈകഘടന സ്വതന്ത്രം തേ തന്ത്രം ശിതിതല മവാതീതരധികം ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി. 64 തന്ത്രങ്ങളാൽ സ്വസ്ഥമായ പ്രപഞ്ചത്തെയും അതിന് ആ തന്ത്രങ്ങളെ കൊണ്ട് ലഭിക്കേണ്ട ശക്തികളെയും പരമശിവൻ നിർമ്മിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ അതിനെയെല്ലാം സ്ഥാപിതമാക്കി സ്വസ്ഥമായിരുന്ന് ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി എന്ന് വെച്ചാൽ 64 തന്ത്രങ്ങൾ സകലമതിസന്ധായ ഭുവനം സ്ഥിതഃ. ഈ 64 തന്ത്രങ്ങളെയും രൂപീകരിച്ച് അതിനെല്ലാം ഭുവനത്തിൽ തന്നെ സ്ഥാപിച്ച ശേഷം തത് സിദ്ധിപ്രസൻ, ഓരോ തന്ത്രങ്ങളും അതിന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അത് ജപം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ക്രിയകളെ പ്രയോഗം ചെയ്യുന്നതുകൊണ്ട് എന്ത് ഫലമാണോ ലഭിക്കേണ്ടത് ആ ഫലങ്ങളെ മാത്രം തരുന്ന, സിദ്ധികളെ മാത്രം കൊടുക്കുന്ന തന്ത്ര ഉപാസനയെ പരമശിവൻ തന്നെ നിർമ്മിക്കുന്നു. പശുപതിഹി പരമശിവൻ പുനസ്ത്വനിർബന്ധാത്, വീണ്ടും പരാശക്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം, 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന സകല പുരുഷാർത്ഥങ്ങളെയും അതിലെ മുഖ്യമായിരിക്കുന്ന തത്വങ്ങളെയെല്ലാം ഘടിപ്പിക്കുന്ന 65ാമത്തെ ഒരു തന്ത്രം സ്വതന്ത്രം എന്ന പേരിൽ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. തേ തന്ത്രം ക്ഷിതിതലം അവാതീത് ഇതം, പരാശക്തിയുടെ ഈ തന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു പരമശിവൻ. പാർവതീദേവിക്കും പറഞ്ഞു കൊടുക്കുന്നു, അവിടെയുള്ള ചില മഹർഷിമാർക്കും ഈ തന്ത്രത്തെ, തന്ത്ര ഉപാസനയെ ഉപദേശിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഭൂമിയിൽ പോയി ഇതിനെ വിതരണം ചെയ്യാൻ പറയുന്നു. ഭൂമിയിൽ വിതരണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈലാസം ഭൂമിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കൈലാസം ഉയർന്ന തലത്തിലും പരപ്പുള്ള ഭൂമി അതിന് ചോടെ ആയതുകൊണ്ട്, ദക്ഷിണ ഭാരതം അതിൻ്റെ ചോട്ടിലായിട്ടുള്ളതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വന്ന് മഹാന്മാർ അല്ലെങ്കിൽ മഹർഷികൾ വഴി ഈ തന്ത്ര ഉപാസനകളെ പ്രചരിപ്പിച്ചു. ആദിശങ്കര ഭഗവത്പാദർ ആശ്ചര്യബുദ്ധിയോടുകൂടി പരാശക്തിയുടെ തൃപ്പാദങ്ങളെ നമസ്കരിച്ച് എണീറ്റ് നിന്ന് പരാശക്തിയെ നോക്കിക്കൊണ്ട് കണ്ണോട് കണ്ണ് നോക്കുകയാണ്. നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു സംശയാസ്പദ രീതിയിൽ ഈ ചോദ്യചിഹ്നമായ ഈ സ്തോത്രത്തെ അവതരിപ്പിച്ചു. അതിലാണ് പറയുന്നത്, അംബികെ, നിന്റെ സാമർത്ഥ്യം കൊണ്ടും അല്ലെങ്കിൽ നിന്റെ കാരുണ്യം കൊണ്ടും മനുഷ്യ ജന്മങ്ങൾ, മനുഷ്യ ജീവരാശികൾ എളുപ്പത്തിൽ വളരെയേറെ ക്ലേശങ്ങളൊന്നും അനുഭവിക്കാതെ പെട്ടെന്ന് വെറും മന്ത്രോപാസന കൊണ്ടും അല്ലെങ്കിൽ യന്ത്രോപാസന കൊണ്ടും അല്ലെങ്കിൽ തന്ത്രോപാസന കൊണ്ടും മാത്രം തന്നെ അവർക്ക് മോക്ഷം ലഭിക്കുന്ന രീതിയിൽ, ഈ സിദ്ധികളൊന്നും തന്നെ മോക്ഷം കൊടുക്കുന്നതല്ല. ഇതെല്ലാം പല സിദ്ധികളും പല വിഷയങ്ങളെ അനുഭവിക്കുവാനും ഐഹിക സുഖങ്ങളെയും അല്ലെങ്കിൽ കാമ്യകർമ്മങ്ങളെയും അനുഭവിക്കാൻ ഉതകുന്ന സിദ്ധികളെ മാത്രം കൊടുക്കുന്നവയാണ്. പക്ഷേ ഇവയൊന്നും തന്നെ മോക്ഷം അല്ലെങ്കിൽ മുക്തിയെ കൊടുക്കുന്നില്ല. പക്ഷേ പരാശക്തി പറഞ്ഞത്, ശിവനോട് പറയുന്നു, നിങ്ങൾ അവതരിപ്പിച്ച ഈ 64 തന്ത്രങ്ങളും അതിൻ്റെതായ മഹാത്മ്യം അതിനുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതവിടെ ഇരിക്കട്ടെ, അതല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് ആവശ്യമായിട്ടുള്ളത് എൻ്റെ പേരിൽ ഒരു തന്ത്രം വേണം. അതിനെന്താ മാർഗം എന്ന് ചോദിച്ചു. അങ്ങനെ പരമശിവൻ പറഞ്ഞു, നിന്റെ തൃപ്തിക്കായിക്കൊണ്ട് ഈ 64 തന്ത്രങ്ങളെയും ഒരു മനുഷ്യൻ പ്രയോഗം ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് കാമ്യാർത്ഥം അല്ലെങ്കിൽ എന്ത് പുരുഷാർത്ഥം അവർക്ക് ലഭിക്കുമോ അതിനെയെല്ലാം ചേർത്ത് ഒറ്റൊരു തന്ത്രത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന രീതിയിൽ ഞാൻ മാറ്റാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ തന്ത്രത്തെ ഉണ്ടാക്കി തീർക്കുന്നത്. അതാണ് ഇതിലെ പരാമർശം. അങ്ങനെ 64 തന്ത്രങ്ങൾ പരമശിവൻ ഉണ്ടാക്കി. പക്ഷേ പരാശക്തി ഈ 64 തന്ത്രങ്ങളിൽ നിന്നും സിദ്ധിക്കുന്ന കാമിതാർത്ഥപ്രദങ്ങളായ ബലങ്ങളെ ഒരേ ഒരു തന്ത്രത്തിൽ സമന്വയിപ്പിച്ച് അതിനെ പ്രചാരം ചെയ്യുവാനായി പരമേശ്വരനോട് നിർബന്ധപൂർവ്വം ആത്മാവിക്കുന്നു. പരമശിവനെ നിർബന്ധിക്കുക ചെയ്തു. കാരണം അദ്ദേഹം എല്ലാം തൻ്റെ പണിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ആ ശിവമഞ്ചത്തിൽ അങ്ങനെ കിടക്കുകയാണ്. എണീറ്റിരുത്തി ഈ പണി ചെയ്തേ പറ്റൂ എന്ന് പറയും. ഇത് നമ്മുടെ ഓഫീസിലൊക്കെ കാണാം. 6 മണിയായി വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്ത് പുറപ്പെടുമ്പോഴാണ് ചില സമയത്ത് ബോസ് വിളിച്ച് പറയുക, ഇന്ന് ലേറ്റായിട്ട് പോയാൽ മതി, ഈ പണിയും തീർത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അത് ചെയ്ത് മതിയാവും അല്ലേ? അതുപോലെ പരാശക്തിയുടെ ആജ്ഞയ്ക്ക് എല്ലാവരും ശിരസാ വഹിച്ചുകൊണ്ട് ചെയ്തു കൊള്ളണം. സർവാനുല്ലിംഗ ശാസന ശ്രീചക്ര രാജൻലയ ശ്രീമത് ത്രിപുര സുന്ദരി, ദാറ്റ് ഇൻക്ലൂഡ്സ് ഈവൻ ശിവ എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ നിർബന്ധപൂർവ്വം ആജ്ഞാപിച്ചു. അതാണ് 65ാമത്തെ തന്ത്രം എന്ന് പറയപ്പെടുന്ന ശ്രീവിദ്യാ ഉപാസന തന്ത്രം, അല്ലെങ്കിൽ അതിന് ദേവീ തന്ത്രം എന്ന് വിളിക്കപ്പെടുന്നു. ഈ 64 തന്ത്രങ്ങളും അർത്ഥകാമങ്ങളെ മാത്രം നൽകുന്നവയാണ്, മോക്ഷമാർഗപ്രാപ്തി ലഭിക്കുന്നതല്ല. അതുകൊണ്ട് പരാശക്തി പറയുന്നു, എത്ര പ്രാവശ്യം ഈ ജീവൻ അല്ലെങ്കിൽ ഈ ആത്മാവ്
ജനിച്ചും മരിച്ചും ഇങ്ങനെയേ ചുറ്റിക്കൊണ്ടിരിക്കും. അതല്ല എനിക്ക് ആവശ്യം. എനിക്ക് എൻ്റെ മക്കളെ പെർമനൻ്റായിട്ട് എൻ്റെ അടുത്ത് വരണം, നിരന്തരമായി അവർ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഈ സൃഷ്ടി പ്രക്രിയകൾ മുഴുവൻ ചെയ്തു തീർത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ജീവാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുവാനായിക്കൊണ്ട്, മുക്തി കൊടുക്കുവാനായിക്കൊണ്ട് മാത്രമല്ല, മോക്ഷം കൊടുക്കുവാനായിക്കൊണ്ടാണ് ഒരു പെറ്റ അമ്മയെ പോലെ പ്രയത്നിക്കുന്നത്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ജീവിത രീതി ഉണ്ടാക്കി കൊടുക്കണം, നല്ല മാർഗങ്ങളെ കാട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. 24 മണിക്കൂറും അവർ പ്രയത്നിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പരാശക്തി പറയുന്നു ഇവിടെ, എനിക്ക് എൻ്റെ മക്കൾക്ക് ഇനിയൊരു ജന്മം എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല. അവർക്ക് മോക്ഷം ലഭിക്കേണ്ടതാണ്. ഞാൻ ആരാണ്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാസനയാണ് പരാശക്തിയുടെ ഉപാസനാതന്ത്രം എന്ന് പറയപ്പെടുന്ന ദേവീതന്ത്രം. അങ്ങനെ അത് കേട്ട് അതനുസരിച്ചാണ് പരമശിവൻ 65ാമത്തെ ദേവീതന്ത്രത്തെ രൂപീകരിച്ചത്. ഈ ദേവീതന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രം എന്ന പേരിലും ശ്രീ വാമികേശ്വര തന്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നത്. 800 ശ്ലോകങ്ങളാണ് പരമേശ്വരൻ ഈ ദേവീതന്ത്രത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 800 തന്ത്രങ്ങൾ അടങ്ങിയ 800 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു തന്ത്ര ഗ്രന്ഥമാകുന്നു സ്വതന്ത്രം എന്ന് പറയപ്പെടുന്ന ദേവി ഉപാസനാ തന്ത്രം. ഇതിന് കാതിമതം എന്നും പറയാറുണ്ട്. കാതിമതം എന്ന് വരാൻ കാരണം പഞ്ചദശാക്ഷരി മന്ത്രം 15 മാത്രകളെ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ്. അതിൽ പരാശക്തിയുടെ തിരുമുഖം അല്ലെങ്കിൽ മുഖം ഒരു ഖണ്ഡം, കഴുത്തു മുതൽ കടിപ്രദേശം വരെ ഇനിയൊരു ഖണ്ഡവും, കടി മുതൽ അതായത് ഇടുപ്പ് അരം മുതൽ പാദങ്ങൾ വരെ ഇനിയൊരു ഖണ്ഡവും, ശക്തികൂടം എന്ന് പറയപ്പെടുന്നു ഈ 3ാമത്തെ ഖണ്ഡം. അങ്ങനെ 3 ഖണ്ഡങ്ങളാക്കിയിട്ടാണ് പഞ്ചദശാക്ഷരി മന്ത്രത്തെ രൂപീകരിച്ച് ആ ഉപാസനാക്രമത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പഞ്ചദശാക്ഷരി മന്ത്രം പല രൂപത്തിലുണ്ട്. 15 മുഖ്യമായ ദേവി ഉപാസകന്മാരാണ് ഉള്ളത്. ആദ്യത്തെ ഉപാസകൻ പരമശിവൻ തന്നെ. എല്ലാ തന്ത്രങ്ങളിലും വെച്ച് സ്വതന്ത്രമായിരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തെ കൊടുക്കുന്നതുമായ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഇവിടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിനാണ് പരമസ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നത്. ആത്മാവിന് മോക്ഷം ലഭിക്കുന്നത് വരെ ആ ആത്മാവിന് ഒരിക്കലും സ്വതന്ത്രമില്ല. എപ്പോൾ വേണമെങ്കിലും ജീവിക്കേണ്ടതായുള്ള ഒരു സന്ദർഭം ഉണ്ടാവും, ജനിക്കേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടായിത്തീരും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമുക്ക് പുണ്യമുള്ളിടത്തോളം കാലം നമ്മളെ ദേവലോകത്തിലോ വൈഷ്ണവ ലോകത്തിലോ ശിവലോകത്തിലോ അല്ലെങ്കിൽ ഇന്ദ്രലോകത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ സുഖിപ്പിച്ച് നമ്മുടെ എല്ലാ പുണ്യം തീരുന്നവരൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കും. പുണ്യം തീർന്നു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് പുറത്താക്കും. ഇത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജീവിക്കുന്നത് മാറി. അതിൽ അപ്പർ ലിമിറ്റ് ഉള്ളത് വരയ്ക്കും അടിച്ചുപോയി ജീവിക്കാം. അതിനുശേഷം എന്ത് ചെയ്യും? പൈസ അടച്ചില്ലെങ്കിൽ കൊണ്ട് അകത്തോണ്ട് കയറ്റിക്കും. അതന്നെ. അതുപോലെ നമ്മുടെ അടുക്കൽ പുണ്യമുള്ളിടത്തോളം കാലം ആ പുണ്യത്തിൻ്റെ ബലം അനുഭവിക്കാനായിക്കൊണ്ട് നല്ല സുഖസൗകര്യമുള്ള ജീവിതത്തെ തരുന്നു. പുണ്യം തീർന്നു കഴിഞ്ഞാൽ പരമ കഷ്ടമായിരിക്കുന്ന, വളരെയേറെ ബുദ്ധിമുട്ട് ജീവിക്കേണ്ടി വരുന്ന നരകയാതനയോടുകൂടിയ ജീവിതമാണ് നമ്മളിൽ വന്ന് ചേരുക. അതുകൊണ്ട് ഈ ആത്മാവിന് ഒരിക്കലും ഗതി കിട്ടുന്നില്ല. പുണ്യം കുറച്ച് സമ്പാദിക്കും, അതിനെ വെച്ച് ജീവിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നരകയാതനയായി. അങ്ങനെ മാറി മാറി ജനിച്ചും മരിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥം കാണുന്നില്ല. അതുകൊണ്ട് പരാശക്തി പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളെ പെർമനൻ്റായിട്ട് എൻ്റെ അടുക്കിൽ തന്നെ വരണം. അതിന് ഒരു ഉപായമായിരിക്കുന്ന തന്ത്രത്തെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് നിർമ്മിക്കാൻ പറഞ്ഞത്. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആദിശങ്കര ഭഗവത്പാദ ചോദിച്ചതിവിടെ, പരാശക്തിയായിരിക്കുന്ന പരാംബികയെ, നിനക്ക് നിന്റെ മക്കളെ നിരന്തരമായി നിന്റെ അടുക്കൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കണ്ടുകൊണ്ടാണല്ലോ പരമേശ്വരനെ കൊണ്ട് ഇത്രയും വലിയ മഹാ അനുഗ്രഹം നൽകുന്ന, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം, പഞ്ചേശ്വര കൃത്യങ്ങളിൽ 5ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മോക്ഷം കൊടുക്കുന്നതിന് അനുഗ്രഹം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ജീവാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപായത്തെ അല്ലെങ്കിൽ ഒരു ഉപാസനാക്രമത്തെ പരമേശ്വരനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് ഞാൻ നിന്റെ സ്വാർത്ഥതയാന്ന് പറയണോ, അല്ലെങ്കിൽ നിന്റെ കാരുണ്യം എന്ന് പറയണോ, അതല്ല നിന്റെ മഹത്വം എന്ന് പറയണോ, എനിക്ക് എന്താണ് പറയണമെന്ന് അറിയുന്നില്ല അമ്മേ എന്നാണ് അദ്ദേഹം പറഞ്ഞ് പരാശക്തിയോട് ചോദിക്കുന്നത്. ഇനി സ്വതന്ത്രം തേ തന്ത്രം, എന്താ ലോകത്തിൽ ഏറ്റവും വലിയതും മഹാത്മ്യം അധികവും ഉള്ളതായ ആത്മാവിന് മോക്ഷത്തെ കൊടുക്കുന്നതായ തന്ത്രം സ്വതന്ത്രം തന്നെയാകുന്നു. അതിനെയാണ് ശ്രീവിദ്യോപാസന എന്ന് പറയപ്പെടുന്നത്. പഞ്ചദശാക്ഷരി വിദ്യയിലെ ഉപാസനാക്രമത്തെയാണ് ശ്രീവിദ്യാ ഉപാസന എന്ന് പറയപ്പെടുന്നത്. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, കാമസേവിതായ നമഃ ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനമുണ്ട്. ആത്മാവാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആത്മവിദ്യ. മഹാവിദ്യ എന്ന് പറയപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. അങ്ങനെ ആത്മാവിനെയും ബ്രഹ്മത്തെയും കൂട്ടിയിണയ്ക്കുന്ന ഒരു വിദ്യ ആകുന്നു ശ്രീവിദ്യോപാസന. അങ്ങനെ വിദ്യകളിൽ അല്ലെങ്കിൽ ഉപാസനകളിൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്നത് ശ്രീവിദ്യോപാസന തന്നെയാണ്. സദാശിവനായിരിക്കുന്ന പരമേശ്വരനിൽ ഐക്യമായാൽ മാത്രമേ ഒരു ആത്മാവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതുവരെ നിസ്വാതന്ത്രനാണ്, ബന്ധനസ്ഥനാണ്.
ദേവിയുടെ, അതായത് പരാശക്തിയായ പരമേശ്വരിയുടെ മായയുടെ ശാസനയ്ക്കനുസരിച്ച് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്ത് ഈ സംസാര ചക്രത്തിൽ ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നാം കണ്ടുവരുന്നത്. എപ്പോഴാണ് അതിന് അവസാനം വരിക? ബ്രഹ്മപ്രളയം, അതായത് ബ്രഹ്മാണ്ടത്തിൽ പ്രളയം വരുന്നത് വരെ ഈ ജീവൻ ജനിച്ചും മരിച്ചും കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അഥവാ ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രളയമുണ്ടായ ശേഷം എല്ലാം അസ്തമിച്ചു പോകുന്നു. എങ്കിലും കർമ്മം എന്ന് പറയപ്പെടുന്ന ഒരു തത്വം അത് നിരന്തരമായി ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒട്ടിക്കൊണ്ടിരിക്കും. പ്രപഞ്ചവും ശാശ്വതമാണ്, പ്രപഞ്ചം അവിടെ പോകുന്നില്ല. ഓൺലി തിങ് അപ്രപഞ്ചമായിരിക്കും. പ്രപഞ്ചത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ചെയ്യാനുള്ള ജീവതത്വങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രം. ആ ജീവതത്വങ്ങളെല്ലാം ഉത്പത്തി ചെയ്യുന്നതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയപ്പെടുന്ന പരമേശ്വരൻ്റെ അല്ലെങ്കിൽ പരാശക്തിയുടെ ലീലകൾ പഞ്ചേശ്വര കൃത്യത്തിൽ വരുന്നത്. അങ്ങനെ എല്ലാ ജീവികളുടെയും കർമ്മബലത്തെ നമ്മൾ വിചാരിക്കും ഒരു ബ്രഹ്മാണ്ടത്തിൽ എല്ലാ അക്കൗണ്ടും തീർന്നളിയും, അപ്പോൾ ആർക്കും അറിയില്ല എന്ന്. ഇല്ല, കർമ്മം ഒരിക്കലും നാശമാവില്ല. ഈ ഓരോ കർമ്മങ്ങളും ഒരു ബാർകോഡാണ്. ഈ ഓരോ കർമ്മങ്ങളും ഓരോ ജീവനിലേക്കും ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ ജീവൻ എത്ര ബ്രഹ്മാണ്ടങ്ങൾ കഴിഞ്ഞു പോയാലും, എത്ര ബ്രഹ്മപ്രളയം കഴിഞ്ഞു പോയാലും, വീണ്ടും എപ്പോഴെങ്കിലും ജനിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ, ഒരു സന്ദർഭം വരികയാണെങ്കിൽ, അവർ ഇന്ന് വരയ്ക്കും ചെയ്തു വെച്ചിട്ടുള്ള കർമ്മഫലം ആ അക്കൗണ്ടിലേക്ക് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആവും, വയർ ട്രാൻസ്ഫർ ചെയ്ത മതി. എങ്ങനെ വരുന്നു എന്നുള്ള കണക്ക് ഈ ഫോർമുല ആർക്കും അറിയില്ല. ഇത് നീതി എന്ന് പറയപ്പെടുന്ന കാലപുരുഷനും പരാശക്തിയും തമ്മിലുള്ള ബന്ധമാണ്. ഇത് അത്രയും വലിയ ഒരു സീക്രട്ട് കോഡിംഗ് ആണ്. ഈ കോഡിംഗ് ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടും ഒരു സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റ് കൊണ്ടും റീഡ് ചെയ്യാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി എൻക്രിപ്റ്റഡ് ആണ് ഈ വേർഷൻ. അങ്ങനെ ഈ എല്ലാ കർമ്മങ്ങളെയും എവിടെ സൂക്ഷിക്കും ദേവി എന്ന് ചോദിക്കുമ്പോൾ, പരാശക്തി എല്ലാവരുടെയും കർമ്മങ്ങളെയും വാസനകളെയും ലോകത്തിലെ സർവ്വസിദ്ധാന്തങ്ങളെയും വേദശാസ്ത്രങ്ങളെയും എല്ലാത്തിനെയും സൂക്ഷിക്കുന്ന സ്ഥലം പരാശക്തിയുടെ മൂക്കുത്തിയാകുന്നു. അതാണ് അതിലെ വിശേഷം. പരാശക്തി തൻ്റെ മൂക്കുത്തിക്കകത്ത് മുത്തുച്ചിപ്പി എന്ന് പറയപ്പെടുന്ന ആ മൂക്കുത്തിയുടെ അകത്ത് ഒരു പെട്ടി പോലെ എന്ന് വിചാരിക്കാം, അതിനകത്ത് എല്ലാം ഇട്ട ശേഷം അത് പൂട്ടിവെച്ച് മൂക്കുത്തിയായി അണിഞ്ഞിരിക്കുന്നു ദേവി. ഈ മൂക്കുത്തിക്കും ശുക്രനക്ഷത്രത്തിനും ഒരു വലിയ താരതമ്യം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ശുക്രനക്ഷത്രത്തെ പോലും അധികരിക്കുന്ന പ്രകാശമേറിയതായിരിക്കുന്ന പരാശക്തിയുടെ നാസാഭരണം. നാസാദണ്ഡം എന്ന് വെച്ചാൽ മൂക്ക്, നാസാഭരണം എന്ന് വെച്ചാൽ ആ ദണ്ഡത്തിൽ കോർത്തിരിക്കുന്ന അല്ലെങ്കിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണത്തിന് നാസാഭരണം എന്ന് പറയപ്പെടുന്നു. ആ നാസാഭരണത്തിലാണ് എല്ലാത്തിനെയും സൂക്ഷിക്കുന്നത്. അതിനെ ശുക്രനോട് താരതമ്യപ്പെടുത്തുന്നു. ശുക്രൻ പ്രകാശിതമായിരിക്കുന്ന ഒരു ഗ്രഹമാണ്. ശുക്രപ്രകാശം എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരീരത്തിലെ വീര്യം എന്ന് പറയപ്പെടുന്ന മഹാശക്തി. ഈ വീര്യമാണ്, അതിന് ബീജം എന്നും പേര് പറയപ്പെടുന്നു. ഈ ബീജമാണ് അണ്ടത്തിനെ നോക്കി അന്വേഷിച്ച് നടന്ന്, അണ്ടം എന്ന് വെച്ചാൽ ഇവിടെ ഭൂമിയെ കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് യോനി, അതായത് ഒരു സ്ത്രീയുടെ യോനി വഴി സഞ്ചാരം ചെയ്ത് പ്രകാശരൂപത്തിലുള്ള ഈ ആത്മാവ് ഗർഭപാത്രത്തിനകത്ത് പ്രവേശിച്ച് അവിടെ ഒരു കുഞ്ഞായി വളർന്ന് പുറത്തു വന്ന് തൻ്റെ ജീവിതത്തെ തുടരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ശുക്രനെ പ്രതിപാദിക്കുന്നത്. ഈ മൂക്കുത്തിൽ നിന്നും പുറത്തു വരുന്ന കർമ്മങ്ങളാണ്, ഈ കർമ്മങ്ങളെ ചെയ്തു തീർക്കുവാൻ വേണ്ടിയുള്ള ശരീരങ്ങളെയാണ് രയിം എന്ന പേരിൽ പരാശക്തി ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശുക്രൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശുക്രൻ തന്നെയാണ് ശുക്രൻ. ആ ശുക്രനക്ഷത്രത്തെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ 16 വിറ്റാമിൻസ് അടങ്ങിയതാകുന്നു ശുക്ലം. 16 വിറ്റാമിൻസ് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ 16 കലകളാണ് ഒരു പുരുഷൻ, പരമപുരുഷൻ എന്ന് പറയപ്പെടുന്ന പരമാത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ 16 കലകളാണുള്ളത്. അത് പരമശിവന് മാത്രമാണുള്ളത്, സദാശിവന്റെ. അതാണ് ശിവക്ഷേത്രത്തിലാണ് കലകൾ അടുക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഈ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ചന്ദ്രകല ഒന്നൊന്നായി അടുക്കി വെച്ചിട്ടുണ്ട്. 16 കലകളാണ് മാക്സിമം. അതാണ് പുരുഷാർത്ഥം എന്ന് പരമപുരുഷം എന്ന് പറയപ്പെടുന്ന പരമാത്മാവിൻ്റെ 16 കലകൾ. 16 കലകളുള്ളതാണ് ഈ പരമതത്വം എന്ന് പറയപ്പെടുന്ന നിത്യചൈതന്യമായിരിക്കുന്ന ബ്രഹ്മ. ആ പരമശിവനിൽ നിന്നും കലാരൂപമായി ഈവൻ സാധാരണ കലകളും എല്ലാം ശുക്രനക്ഷത്രത്തിന് അതീതമാണ്. നമ്മൾ ജാതകം നോക്കുമ്പോൾ പറയാറുണ്ട്, ശുക്രൻ്റെ ആധിക്യം കൊണ്ടാണ് എല്ലാ കലകളിലും, അത് കമേഴ്ഷ്യൽ ആർട്സ് ആയിക്കോട്ടെ, ഫൈൻ ആർട്സ് ആയിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് ആർട്സ്, ഇതെല്ലാത്തിനും ശുക്രനാണ് കാരണം. അപ്പോൾ ഈ ശുക്രൻ ഇല്ലെങ്കിൽ ലോകത്തിൽ ഒരു സൃഷ്ടിയും ഉണ്ടാവുന്നതല്ല. അതായത് ശുക്ലമാണ് എല്ലാത്തിനും ആവശ്യം, ബീജമാണ് എല്ലാത്തിനും ആവശ്യം. ബീജമുണ്ടെങ്കിൽ മാത്രമേ അണ്ടത്തിന് സുകൃതിയുള്ളൂ, അല്ലെങ്കിൽ അതിന് മാഹാത്മ്യം വരുന്നുള്ളൂ. സ്ത്രീയുടെ അണ്ടങ്ങൾ തനിച്ചൊന്നും ചെയ്യുന്നില്ല. ബീജം സംയുക്തമാകുമ്പോൾ മാത്രമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതുപോലെയാണ് ലോകത്തിലെ എല്ലാ സൃഷ്ടികളും.
4 വിധത്തിലുള്ള സൃഷ്ടികളെ പറയുന്നുണ്ട്. ശുക്ലത്തിലൂടെ, വേരിലൂടെ, വിതകളിലൂടെ, അണ്ടങ്ങളിലൂടെ, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ബർത്താണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അങ്ങനെ സ്വന്തമായി തന്നെ വെറും ഉപാസന കൊണ്ട് മാത്രം സകല പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള ഉപാസനയായ ശ്രീവിദ്യ ഉപാസനയായ ദേവീതന്ത്രമാണ് എല്ലാ തന്ത്രങ്ങളിലും വെച്ച് വലുതും പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പവും. കാരണം പല തന്ത്രങ്ങളിലും അനാചാരങ്ങളും ദുരാചാരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഉപാസനാ മാർഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് അതെല്ലാം ദുരാചാരങ്ങളും ദുർവ്യയങ്ങളുമാണ്. പല കാര്യങ്ങളും ഇക്കാലത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറസ്റ്റിലാവും. നീതിന്യായ വകുപ്പനുസരിച്ച് പല ഈ ഉപാസനാ ക്രമങ്ങളും ഇന്ന് നിഷിദ്ധമാണ്. ലോകത്തിൽ അൺഅക്സെപ്റ്റബിൾ ആണ്, ബാൻഡ്, നോട്ട് അലൗഡ് ടു പ്രാക്ടീസ് എന്നുള്ള നിയമവ്യവസ്ഥകൾക്ക് അകത്ത് പെടുന്നതാണിതല്ല. അതുകൊണ്ട് വരും കാലം, അതായത് കലിയുഗത്തിൽ ഇതുമാതിരിയെല്ലാം ലോകമായി തീരും. അന്ന് ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ ജീവനെല്ലാം എന്ത് ചെയ്യും എന്നാണ് പരാശക്തിയുടെ ആലോചന. ഒരു മാതാവാണ് എപ്പോഴും ദീർഘാലോചന നടത്തുന്നത്. പിതാവിനിൽ വെച്ചധികം ദീർഘമായി കുഞ്ഞുങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ പ്രോസ്പെറിറ്റിയെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത് ആദ്യം ഒരു മാതാവാണ്, അമ്മയാണ്. ആ അമ്മ സദാശിവ കുടുംബിനിയായിരിക്കുന്ന ഈ പരാശക്തി ഈ ആത്മാവ് തന്നിൽ നിന്നും വിട്ടുപോയി പുറത്തിറങ്ങി കഴിഞ്ഞു. ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ പ്രയോറിറ്റി ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. എങ്ങനെ വിട്ടുപോയോ അതേമാതിരി അത് പ്രയത്നത്തിലൂടെ തന്നെ തിരിച്ചു വരണം. ആ മാർഗത്തിലൂടെ തന്നെ തിരിച്ചു വരണം. എല്ലാ ദൈവങ്ങൾക്കും മക്കളുണ്ടാവാറുണ്ട്. അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദൈവമായിട്ട് വരുന്നില്ല, ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് മാത്രം. പിന്നെ ദൈവത്വത്തിനെ അവർ അറിയണം, അവർ പ്രയത്നിക്കണം, അവരും തപസ് ചെയ്യണം, അവരും പ്രാക്ടീസ് ചെയ്യണം. എന്നെല്ലാം ചെയ്ത ശേഷം മാത്രമേ അവർക്ക് ദൈവത്വത്തിനെ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഇത് പ്രപഞ്ചത്തിലുള്ള സത്യമാണ്. അങ്ങനെ പരമേശ്വരൻ ഊർധ്വലോകമായ കൈലാസത്തിൽ വെച്ച് പാർവതീദേവിക്ക് ഈ 64 തന്ത്രങ്ങളെയും ഉപദേശിച്ചു. അവയെല്ലാം സിദ്ധന്മാരായ ഋഷികൾ മുഖാന്തരം കർണോപദേശം, കാതുകൾ വഴി ഉപദേശിച്ച് ആ കർണോപദേശ സമ്പ്രദായങ്ങൾ വഴി ഭൂലോകത്തിൽ പ്രസിദ്ധങ്ങളായിത്തീർന്നു. കാരണം ഓരോ തന്ത്രത്തിലും നിർദ്ദേശപ്രകാരം ഉപാസകൻ ഉപാസന ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് പ്രത്യേകതരം സിദ്ധിയെ അവൻ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ സിദ്ധി ലഭിക്കുന്നു. പക്ഷേ ഇതൊന്നും തന്നെ മോക്ഷത്തിന് കാരണമാവുന്നില്ല എന്നുള്ള സത്യത്തെ പരാശക്തി അറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഈ വിധ ഉപാസനകളെല്ലാം ബ്രഹ്മ ഈശ്വരാദികൾ മുഖേന വീണ്ടും പരമേശ്വരൻ തന്നെ ജാതമാക്കുന്നു. അപ്പോൾ ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരു ഉപാസനാക്രമം വീണ്ടും തിരിച്ചു വരും. ആരെങ്കിലും ഒരു ഋഷികൾ വഴിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ അവതാരങ്ങൾ വഴിയോ വീണ്ടും തിരിച്ചു വരുന്നതാണ്. അങ്ങനെ ഇവ മാറി മാറിക്കൊണ്ട് വന്നുപോയിക്കൊണ്ട് തന്നെ ഇരിക്കും. പ്രപഞ്ചം നശിക്കുമ്പോൾ ഇവയെല്ലാം ഇല്ലാതായിത്തീരുന്നു. ഇതിനെ നിത്യത്വേന പ്രപഞ്ചങ്ങളോടുകൂടി ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് വേദങ്ങളും ആഗമങ്ങളും. ആഗമങ്ങൾ എന്ന് പറയുന്നത് തന്ത്രങ്ങളാകുന്നു. തമിഴ് വേദത്തിനാണ് ആഗമം എന്ന് വിളിക്കപ്പെടുന്നത്. സംസ്കൃതത്താണ് വേദത്തിൻ്റെ എല്ലാം വ്യാഖ്യാനങ്ങളും. പക്ഷേ തമിഴിൽ അത് ഉണ്ടാക്കി തീർക്കണമെന്ന് പരമശിവൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ, ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നതിൽ തമിഴാണ് വളരെ പ്രാമുഖ്യമുള്ളത്. അങ്ങനെ കുമരിഖണ്ഡം എന്നുള്ളൊരു ഖണ്ഡം ഉണ്ടായിരുന്നു ഇവിടെ. അത് പിന്നീട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 45 മില്യൺ എന്ന് പറയുമ്പോൾ 4.5 കോടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഭൂലോകത്തിൽ ഇന്ന് കാണുന്ന 7 കോണ്ടിനെൻ്റ് എല്ലാം മാറി ഒരു കോണ്ടിനെൻ്റ് ആവും. പിന്നെ ഇതിങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് മാറി മറിച്ചുകൊണ്ട് വന്നു പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇതാണ് ഈ പ്രപഞ്ചം നശിക്കുമ്പോൾ ഇവയെല്ലാം ഇല്ലാതായിത്തീരുന്നു. ഇല്ലാതായിത്തീർന്ന് ആ ശക്തികളിൽ പോയി ചേരും. പിന്നെ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദൈവങ്ങളും അവതാരങ്ങളും വരുമ്പോൾ അവരുടെ കൂടെ തന്നെ ഈ ഉപചാരങ്ങളെല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥമായി നടക്കുന്നത്. അങ്ങനെ വേദങ്ങളായാലും ആഗമങ്ങളായാലും യന്ത്രതന്ത്രങ്ങളായാലും എല്ലാം തന്നെ അവയുടെ രൂപത്തിൽ അപ്രത്യക്ഷമായി വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പരാശക്തി ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള പ്രക്രിയ എൻ്റെ മക്കൾക്ക് വേണ്ട. അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാം ഒരു അമ്മ കുഞ്ഞുങ്ങൾ കൊടുക്കണം എന്നുള്ള ആവശ്യമില്ലല്ലോ. ചിലതെല്ലാം എടുത്തു വെക്കും. ഇത് ഈ വയസ്സിനുള്ളതല്ല, വയസ്സായ കുറച്ചുകൂടെ മുതിർന്ന ശേഷം അത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ വയസ്സിൽ ഇതല്ല ഉപയോഗിക്കേണ്ടത്, വേറെ ഒന്നാണ് എന്നുള്ള എല്ലാ തീരുമാനവും ഒരു അമ്മയാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ പരാശക്തി ചെയ്യുന്നത്. അതിനുള്ള കാരണം മക്കളോടുള്ള സ്നേഹം. അങ്ങനെ 64 തന്ത്രങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. മഹാമായാതന്ത്രം, ശംബരതന്ത്രം, യോഗിനീ തന്ത്രം,
ജാലശംബരം, തത്വശംബരകം, ഭൈരവാഷ്ടകം, ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട, ശിവധൂതി, ബ്രഹ്മയാമളം, വിഷ്ണുയാമളം, രുദ്രയാമളം, ലക്ഷ്മീയാമളം, ഉമായാമളകം, സ്കന്ദയാമളം, ഗണേശയാമളം, ജയദ്രഥയാമളം, ചന്ദ്രജ്ഞാനം, മാലിനീതന്ത്രം, മഹാസമ്മോഹനം, മഹോച്ചുഷ്യം, വാതുലം, വാതുലോത്തരം, ഹൃദ്ഭേദം, തന്ത്രഭേദം, ഗുഹ്യതന്ത്രം, കാമികം, കലാവാദം, കലാസാരം, കുബ്ജീകാമതം, തന്ത്രോത്തരം, വീണാഖ്യം, ത്രോതലം, ത്രോതലോത്തരം, പഞ്ചാമൃതം, രൂപഭേദം, ഭൂതോഡ്ഢാമരം, കുലസാരം, കുലോഡ്ഡിശം, കുളചൂടാമണി, സർവജ്ഞാനോത്തരം, മഹാകാളീമതം, മഹാലക്ഷ്മീമതം, സിദ്ധയോഗേശ്വരീമതം, കുരൂപികാമതം, ദേവരൂപികാമതം, സർവീരമതം, വിമലാമതം, പൂർവാംനായതന്ത്രം, പശ്ചിമാംനായതന്ത്രം, ദക്ഷിണാംനായതന്ത്രം, ഉത്തരാംനായതന്ത്രം, ഊർധ്വാംനായതന്ത്രം, വൈശേഷികതന്ത്രം, ജ്ഞാനാർണവം, വീരാവലീതന്ത്രം, അരുണേശം, മോഹിനീശം, വിസിദ്ധേശ്വരതന്ത്രം, ഇങ്ങനെയുള്ള 64 തന്ത്രങ്ങളുടെയാണ് പരമശിവൻ ആദ്യം നിർമ്മിക്കുന്നത്. ഇവയെല്ലാം കൗളാചാര മതത്തിൽ പ്രതിപാദിക്കുന്നവയാണ്. കൗളാചാര മതക്കാരാണ് ഈ തന്ത്രങ്ങളെയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. കൗളാചാരം, വാമാചാരം എന്നുള്ള 2 പ്രധാനപ്പെട്ട ആചാരങ്ങളാണ് ഉള്ളത്. ഇതിലെ തന്ത്രങ്ങളെല്ലാം തന്നെ ഉപാസന ചെയ്യുമ്പോൾ നാട്ടുനടപ്പിനും സസ്യഭോജികളായ ഉത്തമ ഭക്തന്മാർക്കും സഹിച്ചുകൂടാൻ പറ്റാത്ത വിധം ചില ഉപചാരങ്ങളെല്ലാം ഉണ്ട്. അവരെ ഈ വിധ തന്ത്രവിദ്യകളിൽ നിന്ന് അകറ്റി നിർത്തുകയും കൗളമത ഉപാസകരോട് വിരോധം അല്ലെങ്കിൽ കോപം തോന്നിപ്പിക്കുന്ന വിധം ചില ഉപചാരക്രമങ്ങളെല്ലാം ഇതിൽ അടങ്ങിയതായി കാണപ്പെടുന്നു. കാരണം പലവിധ ഹിംസാ ഉപചാരങ്ങൾ ഉൾക്കൊണ്ടവയാണ് ഈ കൗളമാർഗത്തിലെ പല തന്ത്രവിദ്യകളും. ചില ദ്വാരങ്ങൾ കേട്ടാൽ നമുക്ക് ഭയം തോന്നിപ്പോവും. അത്രയും കഠിനമായിരിക്കുന്ന ചില ഉപചാരക്രിയകളെല്ലാം ഉണ്ട്. പലവിധമായ പശുപക്ഷികളെയും നരബലികളെയും ചെയ്യാറുണ്ട്. ബാലന്മാരുടെ നാക്കറത്ത് ചെയ്യപ്പെടുന്ന ജിഹ്വച്ഛേദനം എന്നൊരു ക്രിയയുണ്ട്. അതുപോലെ തന്നെ കോഴി, ആട്, പശു ഇങ്ങനെയുള്ള ജന്തുക്കളുടെ കഴുത്തറുത്ത് ആ രക്തം കൊണ്ട് ചെയ്യപ്പെടുന്ന ചില ഹോമങ്ങൾ, ഇങ്ങനെ സഹിച്ചുകൂടാൻ പറ്റാത്ത വിധത്തിൽ പലവിധമായ ഉപചാരക്രിയകളുണ്ട്. കാരണം ഈ ഓരോ തന്ത്രത്തിലും ഓരോ ദേവിമാരുണ്ട്, ദേവതകളുണ്ട്. പരാശക്തിക്ക് ചതുഷ്ടി കോടി യോഗിനി ഗണസേവിതായേ നമഃ എന്ന് പറയുന്നു. അങ്ങനെ ഈ പല യോഗിനികളും അത് യക്ഷിണികളായിട്ടും എല്ലാം പ്രത്യക്ഷമാകാറുണ്ട്. അത്രയും ഒരു കഠിനമായ ഒരു തന്ത്രക്രിയ ആകുന്നു. പലർക്കും തന്ത്രത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പലവിധമായ സിദ്ധികളെ അവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മത്സ്യമാംസം, മദ്യം ഇവയെല്ലാം, രക്തഹോമങ്ങൾ തുടങ്ങിയ ആചാരം എന്ന് പറയാൻ പറ്റില്ല അതിനെ, പക്ഷേ എങ്കിൽ ഇതാണ് ആചാരം അന്നത്തെ കാലത്ത്. പരമശിവൻ രചിച്ചതായതുകൊണ്ട് ഇവയ്ക്കെല്ലാം പ്രാധാന്യവും ബഹുബലങ്ങളും നേടിത്തരുന്നവയായിത്തീരുന്നു. പക്ഷേ ചില പ്രവൃത്തികളെല്ലാം വെറും പ്രാകൃതങ്ങളാണ്, കണ്ടു നിൽക്കാൻ സഹിക്കുക പോലും പറ്റുന്നതല്ല. അവയൊന്നും ഇന്നത്തെ പുരോഗമം കൈവരിച്ചിരിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ചില ഉപചാരങ്ങളെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റകൃത്യങ്ങളായിത്തീരുന്നു. എങ്കിലും ഇന്നും പല അഘോരികളും വാമാചാര തന്ത്ര ഉപാസകന്മാർ ഇതെല്ലാം വളരെ രഹസ്യമായി അനുഷ്ഠിച്ചു വരുന്നുണ്ട്. മന്ത്രം, തന്ത്രം, യന്ത്രം ഇവ 3 തന്നെ പ്രത്യേകതരം ഉപാസനകളാകുന്നു. ലക്ഷ്യം ഒന്നാണെങ്കിലും ഉപചാരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അങ്ങനെ കൗളമതത്തെ ഒന്നടങ്കം തെറ്റു പറയാൻ സാധ്യമല്ല എന്നാണ് ചില ആചാര്യന്മാർ പറയുന്നത്. കൗളമതത്തിൽ ഇത്രയെല്ലാം ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം അനാചാരമായിട്ടും ദുർവിചാരമായിട്ടും എല്ലാം തോന്നുകയാണെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഈ കൗളമതം വളരെയേറെ പ്രശസ്തമായിരുന്നു. കൗളമതക്കാരെയെല്ലാം ജയിക്കുന്നത് ആദിശങ്കര ഭഗവത്പാദർ. കർണാടകം, രാജസ്ഥാനം, ആസാം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നും വളരെ ഗംഭീരമായി ഇതെല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൗളമതത്തെ ഒന്നിച്ച് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാനുള്ള വേറെ ഒരു കാരണം ലളിതാ സഹസ്രനാമത്തിൽ കൗളമാർഗ തത്പര സേവിതായേ നമഃ എന്നുള്ള ഒരു മന്ത്രമുണ്ട്. കൗളമാർഗത്തിൽ അതുവഴിക്ക് ചെയ്യപ്പെടുന്ന സേവയിൽ താത്പര്യമുള്ളവൾ അല്ലെങ്കിൽ സന്തോഷമുള്ളവളാണ് പരാശക്തി എന്ന് പറയുന്നു. ഇതിന് കാരണം പരമശിവന്റെ അർദ്ധാംഗിനിയാണ്
പരമേശ്വരന്റെ അർദ്ധാംഗിനിയാകുന്നു പരാശക്തി. അപ്പോൾ ശിവൻ ചെയ്യുന്നതെല്ലാം ശക്തിയായിട്ടും ശക്തിക്ക് ചെയ്യുന്നതെല്ലാം ശിവനായിട്ടുമാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ശിവന് ഒന്ന് തൃപ്തിയാണെങ്കിൽ പരാശക്തിക്കും അത് തൃപ്തി തന്നെ ആകുന്നു. ശക്തിക്ക് തൃപ്തിയാണെങ്കിൽ ശിവനും തൃപ്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ വിധ ഉപചാരങ്ങളെല്ലാം അതാത് കർമ്മങ്ങളിൽ പ്രശസ്തി ഉണ്ട് എന്നല്ലാതെ പൊതുവായിട്ട് ഒരു പുണ്യപ്രദമായ കർമ്മമൊന്നുമല്ല എന്നുള്ളതാണ് ഇതിലെ വ്യാഖ്യാതാക്കളുടെ അല്ലെങ്കിൽ മഹാത്മാരുടെ എല്ലാം അഭിപ്രായം. എന്നാലും കാലഗതിക്കനുസരിച്ച് ഉപാസനാ മാർഗങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും മാറ്റേണ്ടത് അനിവാര്യമാണ്. അതിന് നമുക്ക് അനുവാദം തരുന്നുമുണ്ട് വേദങ്ങളും ശരി, പരാശക്തി. നമ്മുടെ ലളിതാ സഹസ്രനാമം കമ്പോസ് ചെയ്തിരിക്കുന്ന ദേവതകൾ വശിന്യാദി വാഗ്ദേവതകൾ 8 പേർ. വശിന്യാദി വാഗ്ദേവതകളും ഇതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതായത് ദേശകാല പരിച്ഛിന്ന സർവമോഹിന്യേ നമഃ. ദേശകാലങ്ങൾക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ചെയ്തുകൊണ്ട് വരണം, അതുകൊണ്ട് തെറ്റില്ല, അതിനെ ദൈവം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അനാചാരമാണ്, ഒരു ഹിംസകത്യാകുന്നു അല്ലെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് തെറ്റില്ല. ഒരു ദൈവത്തിനും അതിനുകൊണ്ട് ദേഷ്യം വരാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമത്, പരമശിവൻ ജന്തുഹിംസയെ പറ്റി പറഞ്ഞത് സാധാരണ കാടുകളിൽ ഓടി നടക്കുന്ന ജന്തുക്കളെ പിടിച്ചുകൊണ്ട് വന്ന് വെട്ടിക്കൊല്ലാനല്ല. മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പല വികാര വിചാരങ്ങളും പലവിധമായ ഘോര മൃഗങ്ങൾക്ക് തുല്യമാകുന്നു. അവയെയാണ് ബലി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മനുഷ്യർ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഹിംസയിലുള്ള ഒരു പ്രേരണ, ഒരാൾ കഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം, ഒരു സുഖം, ഒരാളെ കൊല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സുഖം, ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം മനുഷ്യന്മാർ അവരുടെ അല്പബുദ്ധി അനുസരിച്ച്, കാരണം ഇതൊന്നും വലിയ വലിയ മഹാത്മാക്കളുടെ ഒരു അഭിപ്രായമല്ലല്ലോ. അപ്പോൾ ഇത് നാട്ടു നടപ്പെന്ന് പറയുന്ന പല കാടുകളിൽ നടക്കുന്ന സമ്പ്രദായങ്ങളാണ്. അപ്പോൾ അവർ അവിടെയുള്ള ചില സാധനങ്ങളെ വെച്ചുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു എന്ന് പറയാം. യഥാർത്ഥത്തിൽ പരമശിവൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ മനസ്സിനകത്തിരിക്കുന്ന, നമ്മളുടെ ശരീരത്തിനകത്തിരിക്കുന്ന ദുർവാസനകളെയും ദുരാചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും പാപശക്തികളെയും എല്ലാം അവയെല്ലാം ഓരോ ജന്തുക്കൾക്ക് സമമായി തീരുന്നു. ഒന്ന് പുലിയായിട്ടും, ഒന്ന് കരടിയായിട്ടും, ഒന്ന് കാട്ടുപന്നിയായിട്ടും, ഇനി ഒന്ന് കാട്ടുപോത്തായിട്ടും എല്ലാം ഉള്ള വികാര വിചാരങ്ങളാണ് നമ്മുടെ മനസ്സിനകത്ത് ഓരോ ശരീരത്തിലും ഉള്ളത്. അവയെല്ലാമാണ് ഇങ്ങനെ ബലി കൊടുക്കേണ്ടതായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പ്രാകൃത രീതിയിൽ, ഇപ്പോഴത്തെ ജീവിത രീതിയിൽ അതെല്ലാം മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുന്ന കണക്കിലായി. മനുഷ്യരെ പോലും കൊല്ലുന്ന പല ഉപചാരങ്ങളുണ്ട്, നരബലി എന്നുള്ള പേര്. അതൊന്നും ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല. 2, കാലപ്പഴക്കത്തിനനുസരിച്ചതെല്ലാം മാറ്റിക്കൊണ്ട് വരാം, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട്. സ്മൃതികളെല്ലാം മാറേണ്ടവയാണ്, മാറ്റപ്പെടേണ്ടവയാണ്, മാറുന്നതുമാണ്. ശ്രുതികൾ മാത്രമാണ് മാറാത്തത്. അതുകൊണ്ട് ഈ വിധ ഉപചാരങ്ങളെല്ലാം കാലഗതിക്കനുസരിച്ച് ഉപാസനാരീതികളെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥകൾ മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ചെല്ലാം മാറ്റുന്നതിൽ തെറ്റില്ല എന്ന് ലളിതാ സഹസ്രനാമത്തിലും വ്യാഖ്യാനമുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ പ്രധാനപ്പെട്ട വ്യാഖ്യാതാവായ ഏറ്റവും വലിയ ഒരു വ്യാഖ്യാതാവ് എന്ന് പറയപ്പെടുന്നത് ഭാസ്കര രായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഭാസ്കർ രായർ കൗളമാർഗാനുഷ്ഠാനം വഴിക്ക് പലവിധമായ സിദ്ധികളെ പ്രാപിച്ച് ഉത്തമമായ ഒരു കുലയോഗിയായിത്തീർന്നു. കുളമതം എന്നും പറയാറുണ്ട് ഇതിന്. ഭാസ്കർ രായരാണ് ഇന്നത്തെ ഫൈനൽ അതോറിറ്റി. ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും, ദേവി മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും, ദേവിയുടെ എന്ത് ഒരു മന്ത്രതന്ത്ര യന്ത്രോപാസനകളെക്കുറിച്ചും സംസാരിക്കാനുള്ള പരമ ആചാര്യസ്ഥാനത്തിൽ ഇരിക്കുന്ന മഹാവ്യക്തിയാകുന്നു ഭാസ്കർ രായർ. അദ്ദേഹം തന്നെ ഒരു കുളയോഗിയാകുന്നു. കൗളമാർഗമാണ് അദ്ദേഹം ഫോളോ ചെയ്തു വന്നത്. ഒരുപാട് വയസ്സുള്ള ആളൊന്നുമല്ല, ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പിൽ ജീവിച്ചിട്ടുള്ള വ്യക്തിയാകും അദ്ദേഹം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ബലികളും ഹിംസയും എല്ലാം അവരവരുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെയാണ് ബലിയായി അർപ്പിക്കേണ്ടത്. അതുമാത്രമല്ല, അതിനു പകരം മറ്റൊന്ന് ഒരു ബലി വസ്തുവായി സമർപ്പിക്കുന്നതിലും ദേവതമാർക്ക് വലിയ കോപതാപങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ദൈവങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെയാണ് നോക്കുന്നത്. നമ്മളുടെ രീതി, നമ്മളുടെ ഭക്തി, നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി, ഇതാണ് ദൈവങ്ങളെല്ലാം കണ്ടുവരുന്നത്. ജന്തുഹിംസുക്കളെ ചെയ്ത് അവരുടെ രക്തത്തെ ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഇന്നിപ്പോൾ പല ക്ഷേത്രങ്ങളിലും, ചോറ്റാനിക്കരായിക്കോട്ടെ, അല്ലെങ്കിൽ കാളിയുടെ സങ്കല്പമായിരിക്കുന്ന കൊടുങ്ങല്ലൂർ, പല കാളീക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. അവിടെയെല്ലാം കുരുതി സമ്പ്രദായമാണ് ഉള്ളത്. ഇപ്പോൾ കുരുതിയാണ് സമർപ്പിക്കുന്നത് ഈ രക്തത്തിന് പകരം. നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യം ഭക്തി, നിഷ്കളങ്കമായ ഭക്തി, ദൈവത്തിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം.
ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പ്രയത്നം, ഇതിനെല്ലാമാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യം ആവശ്യം. ആർക്കും വേറെ അതിനൊന്നും ആവശ്യമില്ല. സ്വർണം എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്വത്ത് എങ്ങനെ എളുപ്പത്തിൽ ചേർക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് അതിനൊക്കെ വഴിയുണ്ട്. അങ്ങനെയൊക്കെ ഈ ദുരാചാരങ്ങളിൽ നിന്ന് ഉപയോഗിക്കാതെ കണ്ട് തന്നെ വലിയ ആളാകാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പം അതെല്ലാം നോക്കാം. തന്ത്രങ്ങളെ പൂർവ്വ ചതുശ്ശതി, അതായത് ബാഹ്യപൂജ അഥവാ വേദത്തിലെ കർമ്മകാന്ഡം, പിന്നീട് ഉത്തര ചതുശ്ശതി, അതായത് അന്തരപൂജ അല്ലെങ്കിൽ ജ്ഞാനകാന്ഡം എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു. 800 ശ്ലോകങ്ങൾ അടങ്ങിയ കാദിമതം എന്ന് പറയുന്ന ശ്രീ വാമകേശ്വര തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ സ്വതന്ത്രത്തെ സിദ്ധിക്കുവാൻ വാമകേശ്വര തന്ത്രം അല്ലെങ്കിൽ കാദിമതം എന്ന് പറയപ്പെടുന്ന പഞ്ചദശി വിദ്യയെ ഉപാസിക്കുക എന്നുള്ളതാകുന്നു ഏറ്റവും എളുപ്പമായ ഒരു ഉപാസനാക്രമം. ശ്രീവിദ്യോപാസന ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മാവാകാൻ പറ്റും, വിഷ്ണുവാകാൻ പറ്റും, രുദ്രനാകാൻ പറ്റും, പരമേശ്വരൻ തന്നെ ആയിത്തീരാൻ സാധ്യമാണ് എന്ന് പറയപ്പെടുന്നു ശ്രീവിദ്യോപാസന. അതുകൊണ്ടാണ് സർവജ്ഞാനപ്രധായിന്യേ നമഃ എന്ന് പറയുന്ന കൂട്ടത്തിൽ ശിവജ്ഞാനപ്രധായിന്യേ നമഃ എന്നും പറയുന്നു ലളിതാ സഹസ്രനാമത്തിൽ. ശിവജ്ഞാനം ശിവനായി തന്നെ തീരാനുള്ള, ശിവനാക്കി തീർക്കുന്നു ദേവി ആത്മാവിനെ എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അപ്പോൾ ഈ കാദിമതം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ശ്രീവിദ്യോപാസന, അതിന് കാരണം ഖകാരത്തിൽ തുടങ്ങുന്ന ബീജാക്ഷര മന്ത്രമാണ്. അതുകൊണ്ടാണ് കാദിമതം എന്ന പേര് ലഭിച്ചത്. ഞാൻ മുമ്പിൽ പറഞ്ഞ മാതിരി 15 വിദ്യ, 13+2 15 ടൈപ്പ് ഓഫ് ശ്രീവിദ്യാ ഉപാസനകളാണ് ഉള്ളത്. അതിൽ അതിപ്രാധാന്യമുള്ളത് ഈ കാദിമതമാകുന്നു, ഖകാരത്തിൽ ആരംഭിക്കുന്ന പഞ്ചദശാക്ഷരി മന്ത്രം. അങ്ങനെ പൂജകൾ 2 ടൈപ്പാണല്ലോ, അന്തരപൂജ, ബാഹ്യപൂജ. അതിൽ അന്തരപൂജ ചെയ്യുന്ന മഹാന്മാർക്ക് ബാഹ്യപൂജയെ നിന്ദ്യമായി തോന്നും ചില നേരത്ത്. അതുപോലെ തന്നെ ബാഹ്യപൂജ ചെയ്യുന്നവർക്ക് അന്തരപൂജയെയും ഇങ്ങനെ ഒരു പുച്ഛമായി കണക്കാക്കാനുള്ള മനസ്ഥിതി ഉണ്ടായിത്തീരുന്നു. ഇതിന് കാരണം ചിത്തശുദ്ധിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർക്ക് മാത്രമാണ് അധികാരമുള്ളത്. അതുപോലെ തന്നെ ചതുരാശ്രമ നിയമങ്ങളും ഒരു ആശ്രമിക്ക് യോജിച്ച ജീവിത രീതി മറ്റ് ഒരു ആശ്രമിക്ക് ഫലപ്രദമായി വരുന്നില്ല. ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്ന ജോലി ഒരു വൈശ്യനോ ശൂദ്രനോ ശരിയായിക്കൊള്ളണമെന്നില്ല. അതേമാതിരി തന്നെ ഒരു ശൂദ്രൻ ചെയ്യുന്ന ജോലി ഒരു ബ്രാഹ്മണന് ശരിയായിക്കൊള്ളണമെന്നില്ല. അവരുടെ ഉപാസനാ മാർഗങ്ങളും ഇപ്പോൾ ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യശൂദ്രൻ എന്നുള്ള ഈ സവർണീ തത്വത്തെ അല്ലെങ്കിൽ ജാതി സമ്പ്രദായം ജോലിക്ക് വേണ്ടി തിരിച്ചു വിഭാഗങ്ങളാകുന്നു. വർണ്ണം എന്ന് പറയപ്പെടുന്നത് ആത്മാവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ലെവൽ അനുസരിച്ചുള്ള 4 ഗ്രേഡാണ്. അപ്പോൾ ജാതി ശരീരം കൊണ്ടും വർണ്ണം ആത്മാവിനെ കൊണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയപ്പെടുന്നത് ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. വർണ്ണാശ്രമം എന്ന് പറയപ്പെടുന്ന ചാതുർവർണ്ണ്യം, അല്ല സവർണ്യം, അവർണ്യം എന്നുള്ള 2 കാറ്റഗറി ഉള്ളൂ. അതിൽ പരമാധികാരം യാഗത്തിന് കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണർക്കാണ്. 3 പേർക്കുമുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർ 3 പേരും യാഗയജ്ഞങ്ങൾ ചെയ്യാം. എങ്കിലും ബ്രാഹ്മണർക്കാണ് അതിന് അധികാരം അധികം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ചതുരാശ്രമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ആശ്രമയുടെ ജീവിത രീതിയോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന ഉപാസനാക്രമങ്ങളോ മറ്റുള്ളവർക്ക് ഇത് ബാധകമാകണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യോജിച്ചതായിരിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗൃഹസ്ഥന് എല്ലാ ഭോഗസുഖങ്ങളും അലൗഡാണ്. പ്രത്യേകിച്ച് സ്ത്രീഭോഗം, മൈഥുനം 14 ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും അവൻ അനുഭവിക്കാം. അതിന് അവന് പെർമിഷനുണ്ട്. അപ്പോൾ ഈ സുഖം അല്ലെങ്കിൽ ഈ ഉപാസന എന്ന് പറയപ്പെടുന്നത് ഒരു സന്യാസിക്കോ അല്ലെങ്കിൽ ഭിക്ഷുവിനോ വാനപ്രസ്ഥനോ അലോടല്ല. അവിടെ എല്ലാവരും മനുഷ്യന്മാരാണെങ്കിൽ പോലും അവരെടുത്തിരിക്കുന്ന ആ ആശ്രമത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഈ ഉപാസന യോജിച്ചതല്ല. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ജാതിമതം നോക്കി, ജീവിത രീതികൾ നോക്കി അനുസരിച്ച് വേണം ഓരോ ആളുകളും ഓരോ ക്രിയകൾ ചെയ്യുവാൻ. ഇപ്പോൾ നമുക്ക് നേരിടുന്ന വേറൊരു പ്രശ്നമാണ്, അമ്പലങ്ങളിലെല്ലാം ബ്രാഹ്മണരെ മാറ്റി നിർത്തി മറ്റ് ജാതിക്കാരെയും എല്ലാം അമ്പലത്തിൽ പൂജ ചെയ്യുവാനും അല്ലെങ്കിൽ അമ്പകാര്യങ്ങളെ നോക്കാനൊക്കെ ആയിട്ട് നിയമിക്കുന്ന ഒരു വ്യവസ്ഥ വന്നിരിക്കുന്നത്. ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ ഒരു മടിയും കൂടാതെ പറയാം തെറ്റാണ്. കാരണം ഓരോ കർമ്മങ്ങളെ ചെയ്യാൻ ഓരോ ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ നിയമവ്യവസ്ഥകളെ കൈകാര്യം ചെയ്ത മഹാത്മാക്കളും ദൈവങ്ങളും. ഇതെല്ലാം ജഗത് സൃഷ്ടിയും ജഗത്തിലെ പരിപാലനവും എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിലാണുള്ളത്, മനുഷ്യന്മാരുടെയോ മിനിസ്റ്റേഴ്സിൻ്റെയോ കൺട്രോളിലല്ല. നമ്മൾ തെറ്റിദ്ധരിച്ച് എന്തോ ചെയ്ത് കാട്ടിക്കൂട്ടുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഫലം വളരെ അഗാധമായ രീതിയിൽ അനുഭവിച്ചു തീർക്കേണ്ടി വരും. തെറ്റ് ചെയ്ത ശേഷം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധി തരണേ ദൈവമേ എന്ന് പറയുകയും
തെറ്റ് ചെയ്യാത്തവരുമായിട്ടുള്ള സമ്പർക്കം വെച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഉചിതം. അതാണ് ബെറ്റർ. പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന മാതിരി. അതുകൊണ്ട് അനേകകാലം ബാഹ്യപൂജ അനുഷ്ഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് അന്തരപൂജ ചെയ്യാനുള്ള യോഗ്യത കൈവരികയുള്ളൂ. അതുകൊണ്ട് അന്തരപൂജയ്ക്കുള്ള യോഗ്യത തന്നെ ബാഹ്യപൂജ തന്നെ ആയിത്തീരുന്നു. സോ ആദ്യം ഒരു മനുഷ്യൻ ബാഹ്യമായി പൂജകൾ ചെയ്തു വരണം. അത് വിഗ്രഹത്തിലാവാം. 8 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹത്തിലാവാം, ചിത്രപടത്തിലാവാം, കുംഭത്തിലാവാം, അല്ലെങ്കിൽ അഷ്ടദ്രവ്യങ്ങൾ ഏതെങ്കിലും ഒന്നിലാവാം, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ തന്നെ ആവാം. ഏതെങ്കിലും ഒരു ബാഹ്യമായിരിക്കുന്ന ഒരു പദാർത്ഥത്തിൽ ചെയ്ത് അതിൽ പൂർണ്ണ തൃപ്തി അടഞ്ഞ ശേഷം അതിനെ തന്നിൽ തന്നെ ഉൾക്കൊണ്ട് മാനസികമായി ചെയ്ത് പഴകി അങ്ങനെ എല്ലാ മാനസികമായി ചെയ്തു തീർക്കാനുള്ള ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു ഭാവന, ഒരു സങ്കല്പം അവിടെ എത്തിച്ചേരണം. അതാണ് യോഗ്യത, അല്ലെങ്കിൽ ഉന്നതഗതി എന്ന് പറയപ്പെടുന്നത്. സോ ശ്രീവിദ്യാ ഉപാസനയെ നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. ഇത് എന്തിനാണ് ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ കൗളമാർഗത്തിനെ കുറിച്ച് എന്ന് വെച്ചാൽ, കൗളമാർഗം നിഷിദ്ധമാണെന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം നിഷിദ്ധമല്ല, അല്ലെങ്കിൽ അതിനെ ഉപാസിക്കുന്നത് കൊണ്ട് തെറ്റല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും ആരെന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞു ചെയ്താൽ അതിന് യാതൊരു ആപത്തും ഉണ്ടാവുന്നതല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീവിദ്യാപാസന കൗളമതം, മിശ്രകമതം, സമയമതം എന്ന് 3 വിധത്തിലുള്ള സമ്പ്രദായങ്ങളെയാണ് തീരുമാനിക്കുന്നത്. അതായത് ശ്രീവിദ്യാപാസന 3 രീതിയിലാണ്: കൗളമതം, മിശ്രകമതം, സമയമതം. ഒരു മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഇനിയൊരു മതത്തിന് വിരുദ്ധങ്ങളായി തോന്നിപ്പെടാം. പരമശിവൻ ആദ്യകാലത്തിൽ നിർമ്മിച്ച ഉപാസനാവിധിയായതുകൊണ്ട് എല്ലായ്പ്പോഴും അത്യന്തം പരിശുദ്ധി തന്നെയാണ് ഈ ഉപാസനകളിൽ ഉള്ളത് എന്ന് മഹാന്മാരായ ഉപാസന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് അവർ വ്യാഖ്യാനം ചെയ്ത് കാണുന്നുണ്ട്. കാലപ്പഴക്കത്തിൽ ആചാരങ്ങൾ തമ്മിൽ മിശ്രിതമാവുകയും അത് കാരണം ആർക്ക് എന്ത് ചെയ്യണമെന്നുള്ള വ്യവസ്ഥ മാറി പല ആചാരാനുഷ്ഠാനങ്ങളും മിശ്രിതമായി തീർന്നു. ഒരു ഉദാഹരണത്തിന്, ആഗമവിധി അനുസരിച്ച് ഒരു ക്ഷേത്രത്തിൽ ഉപാസനാക്രമങ്ങൾ ചെയ്തു വരുന്ന സ്ഥലത്ത് ആ തന്ത്രവിദ്യയെ മാറ്റി മന്ത്രവിദ്യ അവിടെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതേമാതിരി മന്ത്രവിദ്യ രീതിയിൽ പൂജ പുരസ്കാരങ്ങൾ ചെയ്തു വരുന്ന ഒരു ക്ഷേത്രത്തിൽ തന്ത്രവിദ്യയെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം റോങ് റിസൾട്ട് കൊടുക്കും. ചേർക്കാൻ പറ്റാത്തതിനെ ചേർത്തിട്ട് എന്താ പ്രയോജനം? എണ്ണയും വേറെ എണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ, പാലും വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? പാലിൽ ഉപ്പുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവുമോ? അല്ലെങ്കിൽ എണ്ണയിൽ ശുദ്ധ മിനറൽ വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവുമോ? രണ്ടും വിട്ടു നിൽക്കും, ഒരിക്കലും യോജിക്കുന്നതല്ല. അതുമാതിരിയാണ് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ. അവരവർക്ക് പറഞ്ഞത് അവരവർക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമായി. കലിയുഗത്തിലെ വലിയൊരു നാശത്തിന്, മതപതനത്തിന് കാരണം ചെയ്യാൻ പാടില്ലാത്തവൻ ചെയ്ത് നശിക്കും, ചെയ്യേണ്ടവൻ ചെയ്യാതെ നശിച്ചു പോകും. ഈ 2 വിധത്തിലാണ് രോഗം വരുന്നത് കലിയുഗത്തിൽ. അങ്ങനെ കാലപ്പഴത്തിൽ ആചാരങ്ങൾ തമ്മിൽ മിശ്രിതമാകുകയും അത് ആരെന്ത് ചെയ്യണമെന്നുള്ളത് അറിയാതെ വ്യത്യസ്തമായി ഭവിക്കുകയും അത് കാരണം ഇന്ന് ആർക്കും തന്നെ പൊതുവെ ഏതാണ് ശരിയായ മാർഗം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാതെ ഉള്ള ഒരു ചക്രത്തിലാണ്, ഒരു ചക്രവ്യൂഹത്തിലാണ് ഇന്ന് മനുഷ്യ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർണ്ണിയും ഓരോ തരം യന്ത്രങ്ങളെ ഉപാസിക്കുകയും ഓരോ ആചാരാനുഷ്ഠാനങ്ങളെ പ്രയോഗിക്കുകയും ചെയ്യണം. ജാതിഭേദങ്ങൾക്കനുസരിച്ചാണ് പരമശിവൻ ഇവയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ശൂദ്രന്മാർക്കും സങ്കരജാതിക്കാർക്കും 64 തന്ത്രങ്ങളെയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് 8 തന്ത്രങ്ങളെയും, ആ 8 തന്ത്രങ്ങൾക്ക് ചന്ദ്രകലാവിദ്യ എന്ന് പറയപ്പെടുന്നു. ആ ചന്ദ്രകലാവിദ്യ എന്ന് പറയപ്പെടുന്നത് 1 ചന്ദ്രകല, 2 ജ്യോത്സ്നാവതി, 3 കലാനിധി, 4 കുളാർണവം, 5 കുളേശ്വരി, 6 ഭുവനേശ്വരി, 7 ബാർഹസ്പത്യം, 8 ദുർവാസമിതം എന്ന 8 ചന്ദ്രകലാവിദ്യകൾ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് വേണ്ടി മാത്രം പരമശിവൻ നിർമ്മിച്ചിട്ടുള്ള തന്ത്രവിദ്യകളാകുന്നു. ഇവയെല്ലാം തന്നെ മിശ്രമതത്തെയാണ് പ്രതിപാദിക്കുന്നത്. അതായത് ദ്വിജന്മാർ ദക്ഷിണമാർഗം വഴിയും ശൂദ്രന്മാർ വാമനമാർഗം വഴിയും ഈ ഉപചാരങ്ങളെല്ലാം ചെയ്തു വരുന്നു. ഇതുകൂടാതെ സമയാചാര പ്രതിപാദങ്ങളായിരിക്കുന്ന 5 ശുഭതന്ത്രവിദ്യകളും ഉത്തമന്മാരായ ഉപാസന്മാർക്ക് പ്രയോഗിക്കാവുന്നതാകുന്നു എന്ന് പരമശിവൻ പറയുന്നു. ഇവയെ ശുഭാഗമ പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശുഭാഗമ പഞ്ചകം, ശുഭം ആഗമം 5, ശുഭാഗമ പഞ്ചകം. അതിൽ വശിഷ്ഠ സംഹിത, സനക സംഹിത, ശുക സംഹിത, സനന്ദന സംഹിത, സനത്കുമാര സംഹിത എന്ന പേരിലാണ് ഈ 5 ശുഭാംഗ പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്ന തന്ത്രങ്ങൾ. ശ്രീവിദ്യയ്ക്ക് ശേഷം തൊട്ടടുത്ത സ്ഥാനത്തായിരിക്കുന്നത് വശിഷ്ഠ സംഹിതയാകുന്നു. ശ്രീവിദ്യാവാസന ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വശിഷ്ഠ സംഹിത
മാർഗങ്ങളെ പിന്തുടരാം. ഇപ്പോൾ മൊത്തത്തിൽ 64 തന്ത്രങ്ങളും 8 ചന്ദ്രകലാവിദ്യാ തന്ത്രങ്ങളും 5 ശുഭാഗമ പഞ്ചങ്ങളും ചേർന്നാൽ 77 പരാശക്തിയുടെ ദേവീതന്ത്രം എന്ന് പറയുന്ന സ്വതന്ത്രം 1. അങ്ങനെ മൊത്തത്തിൽ 78 തന്ത്രവിദ്യകൾ ഇന്നത്തെ ലോകത്തിൽ ശിവന്റെ ആജ്ഞ അനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട വിദ്യകളാകും. ഇതിൽ ജഗത്കൃത്യം എന്ന് പറയുന്നത് പ്രകൃതിക്ക് മാത്രമായിട്ടുള്ളതാണ്. പരാശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി മാത്രം ചെയ്യപ്പെടുന്ന ഒരു കർമ്മമാകുന്നു കർത്തൃത്വം. എല്ലാ ഉപാസകന്മാരും ഒരുപോലെ സമ്മതിക്കുകയും നിരീശ്വരവാദികൾ കൂടി ഇതിനെക്കുറിച്ച് ദുരഭിപ്രായം പറയാറില്ല. ഏതോ ഒരു ശക്തി എല്ലാത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഏതോ ഒരു ശക്തിയാണ് മഹാമായ എന്ന് പറയപ്പെടുന്ന ആരുടെയും കണ്ണിൽ പെടാതെ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോരുന്ന മൂലപ്രകൃതിയായ പരാശക്തി. മനഃശുദ്ധിയുടെ താരതമ്യമനുസരിച്ച് സർവസ്വതന്ത്രയായിരിക്കുന്ന പരാശക്തിയുടെ ഉപാസന 3 വിധത്തിൽ വിധാനം ചെയ്തിരിക്കുന്നു. ഒന്ന്, ശ്രീചക്ര ബാഹ്യ പൂജ. ഇത് കൗളമാർഗം വഴി തന്നെയാണ് ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ ദക്ഷിണ വാമ ആചാരങ്ങൾ എന്ന് 2 ആചാരങ്ങളുണ്ട്. ദക്ഷിണാചാരം, വാമാചാരം. ദക്ഷിണാചാരം വാമാചാരം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ദക്ഷിണാചാരം എന്ന് പറയപ്പെടുന്നത് ശൈവം, അതായത് സസ്യമാർഗം. വാമ ആചാരം എന്ന് പറയപ്പെടുന്നത് അശൈവ മാർഗം, അതായത് നോൺ വെജിറ്റേറിയൻ. ഇതുകൊണ്ട് ഫസ്റ്റ് വെജിറ്റേറിയൻ, സെക്കൻഡ് ഈസ് നോൺ വെജിറ്റേറിയൻ. അതിൽ ജന്തുഹിംസയും പ്രാണികളുടെ രക്തം ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപചാരങ്ങളെല്ലാം അതിൽ കാണും വാമാചാരത്തിൽ. ദക്ഷിണാചാരത്തിൽ അതൊന്നും ഉണ്ടാവില്ല. അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രതിഭൂതമായി തന്നെ അതിന് പകരം ഇനിയൊന്ന്. അങ്ങനെ ഇപ്പം മത്സ്യത്തിന് പകരം വെച്ചിരിക്കുന്നത് വാഴയ്ക്ക, മാംസത്തിന് പകരം വെച്ചിരിക്കുന്നത് ചേനക്കിഴങ്ങ്. ഇങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. രക്തത്തിന് പ്രതിവിധിയായി വെച്ചിരിക്കുന്നത് കുരുതി. അങ്ങനെ ഓരോന്നിനും സസ്യമാർഗത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ചില രീതി സമ്പ്രദായങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ശ്രീചക്ര ബാഹ്യ പൂജയാണ്. ഇത് ബാഹ്യമായി ചെയ്യപ്പെടുന്ന കൗളാചാരത്തിലെ പൂജകളാണ് ശ്രീചക്ര പൂജ. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉള്ള ശ്രീചക്രത്തെ ഉണ്ടാക്കി അല്ലെങ്കിൽ മേരുവെ ഉണ്ടാക്കി അതിൽ ചെയ്യപ്പെടുന്ന മന്ത്രതന്ത്ര വ്യാഖ്യാനങ്ങളോട് ചെയ്യപ്പെടുന്ന പൂജകൾ. രണ്ടാമത്തത് കൗളമാർഗ പൂജയാണ്. ഇത് മിശ്രകം എന്ന് പറയപ്പെടുന്നു. മിശ്രകം എന്തെന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്. ഇതിനെ പൂർവ്വകൗളം എന്നും ഉത്തരകൗളം എന്നും പറയപ്പെടുന്നു. ആ പൂർവ്വകൗളത്തിൽ ശ്രീചക്രത്തിനെ വെച്ചുകൊണ്ടുള്ള പൂജയാകുന്നു. ആ ഉത്തരകൗളത്തിൽ പ്രത്യക്ഷ യോനി എന്ന് പറയപ്പെടുന്നു. സ്ത്രീയുടെ കന്യകയുടെ പ്രത്യക്ഷ യോനിയിൽ തന്നെ ചെയ്യപ്പെടുന്ന ഒരു പൂജയാണ്. മൂന്നാമത്തെ ഉപാസനയ്ക്ക് പേരാണ് കുണ്ടലിനി പൂജ. ഇത് സമയമതമാകുന്നു. ആദ്യത്തെ ശ്രീചക്ര ഉപാസനയും കൗളമാർഗ പൂജയും ഇത് 2 തന്നെ കൗളാചാരം അനുസരിച്ച് ചെയ്യപ്പെടുന്നതും. മൂന്നാമത്തേതായിരിക്കുന്ന കുണ്ടലിനി പൂജ സമയമതമാകുന്നു. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സട്ടിൽ, സൂക്ഷ്മമായിരിക്കുന്ന പൂജ, അതായത് മാനസികമായി ചെയ്യപ്പെടുന്ന പൂജ. മറ്റുള്ള 2ഉം മിശ്രകവും കൗളമാർഗവും ചെയ്യപ്പെടുന്നത് പുറത്ത് ബാഹ്യമായി ചെയ്യപ്പെടുന്ന പൂജകളാകുന്നു. അത് സട്ടിലല്ല, അത് ഗ്രോസ്. ഇങ്ങനെ ബാഹ്യപൂജ തന്നെ മധുമാംസങ്ങളാദികളെ ഉപയോഗിച്ച് ചെയ്യുന്നവയും അല്ലാത്തവയും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി മുമ്പിൽ പ്രതിഭൂതമായി ചെയ്യപ്പെടുന്ന, ഇതിന് പകരം അത് എന്നുള്ള രീതിയിൽ ചെയ്യപ്പെടുന്നു. അങ്ങനെ ശക്തിയിൽ ശിവൻ, അതായത് ഈ കൗളമാർഗം എന്ന് പറയുന്നത് തന്നെ എല്ലാം ശക്തിയാണ്. ശിവൻ ശക്തിയിൽ ലയമാകുന്നു. പക്ഷേ ശൈവത്തിൽ ശക്തി ശിവത്തിൽ ലയിക്കുന്നു. ഈ ഒരു ചെറിയ വ്യത്യാസമാണുള്ളത് ശൈവത്തിനും ശക്തത്തിനും. 2 ഈ ആളുകളുണ്ട്. ഇവർ ത്രികോണങ്ങളിൽ ബിന്ദുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പൂജാവിധി. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കൗളമാർഗത്തിൽ ചെയ്യപ്പെടുന്നവരും സമയമാർഗത്തിൽ ചെയ്യപ്പെടുന്നവരും 2 പേരും ഉപാസനകൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും കൗളമാർഗം ബാഹ്യാചാരമായി ചെയ്യപ്പെടുന്നത് കൊണ്ട് അവർ ത്രികോണത്തിൽ ബിന്ദുവിനെ ധ്യാനിക്കുന്നു. ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജ ത്രിഭ്രാംബികായ മഹാലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനമുണ്ട്. ഈ ത്രികോണം 2 വിധത്തിലാണെന്ന് മാത്രം. ശ്രീചക്രത്തിലെ മധ്യത്രികോണത്തിങ്കൽ ബിന്ദുവിനെ സങ്കല്പിച്ച് പൂജ ചെയ്യുന്നു. രണ്ടാമത്തത് തരുണിയുടെ പ്രത്യക്ഷ യോനിയിൽ ശ്രീചക്ര ത്രികോണത്തെ പോലെ തന്നെ ബിന്ദു സങ്കല്പത്തോടുകൂടി പൂജ ചെയ്യുന്നു. അതുകൊണ്ട് ഈ ശ്രീചക്രത്തെ വന്ന് പൂർവ്വ കൗളമതം, രണ്ടാമത്തേതായ പ്രത്യക്ഷ യോനിയെ ഉത്തര കൗളമതക്കാരും പൂജിച്ചു വരുന്നു. അതുകൊണ്ട് ബാഹ്യമായ ശ്രീചക്ര ത്രികോണത്തിലും പ്രത്യക്ഷ യോനി ത്രികോണത്തെയും ബാഹ്യപൂജയായും മൂലാധാരത്തിലെ കുണ്ടലിനി ധ്യാന പൂജയെ അന്തരമായി നിർവഹിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കുണ്ടലിനി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന പൂജയാണ് ബാഹ്യമായി ചെയ്യപ്പെടുന്ന കൗളമാർഗ ശ്രീചക്ര പൂജ. ഇവിടെ കുണ്ടലിനി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നു. എന്നാൽ സമയമതമനുസരിച്ച് ചെയ്യപ്പെടുന്ന കുണ്ടലിനി യോഗധ്യാന പൂജയിൽ കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി മുകളിലോട്ട് ഗമനം ചെയ്യിക്കുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗത, വിശുദ്ധി, ആജ്ഞ, സഹസ്രലോകത്തു നിന്നുള്ള ഇങ്ങനെ ചക്രങ്ങൾ വഴിക്ക് കയറ്റി അവിടെ പോയിരുത്തി ശിവനുമായി ആമോദിച്ചു വരുന്ന ആനന്ദ സുഖത്തെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രതിപാദ്യം. ഈ കുണ്ടലിനി എന്ന് പറയപ്പെടുന്നത് യൂണിവേഴ്സൽ
ഓർ കോസ്മിക് കോൺഷ്യസ്നസ് എന്ന് പറയപ്പെടുന്നു. ഈ ബ്രഹ്മാണ്ഡ ജ്ഞാനമാകുന്നു കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തിയെക്കുറിച്ച് അറിയാൻ നാം പ്രയത്നിച്ചാൽ നിന്നാൽ തന്നെ നമുക്ക് ബ്രഹ്മാണ്ഡ ജ്ഞാനം കൈവരുന്നതാണ്. അങ്ങനെ മൂന്നാമത്തെ പൂജയായ സമയമത ആചാര പൂജ എന്ന് പറയപ്പെടുന്നത് കുണ്ടലിനി ശക്തിയെ പരാശക്തി തന്നെയാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി ആന്തരികമായി സൂക്ഷ്മമായ രീതിയിൽ ധ്യാന ഉപാസന ചെയ്യുകയാണ് സമയമതത്തിൽ ചെയ്യപ്പെടുന്ന പൂജ. കൗളമതം ആചാരാനുഷ്ഠാനത്തോടുകൂടി ചെയ്യണമെങ്കിൽ മൂന്ന് തത്വങ്ങൾ നമ്മൾ കൈക്കൊണ്ടേ പറ്റൂ. ഒന്ന്, നിഷ്കളങ്കമായ സദാചാരാനുഷ്ഠാനം വേണം. നിഷ്കളങ്കമായ സദാചാരം അനുഷ്ഠാനം രണ്ടും. രണ്ടാമത്തത് അതിരഹസ്യത്വമായിരിക്കണം. വളരെ വളരെ രഹസ്യമായി വേണം ഈ പൂജകൾ ചെയ്തു വരേണ്ടത്. മൂന്നാമത് ബലമായ ജിതേന്ദ്രിയത്വം ആവശ്യമാണ്. ഇപ്പോൾ നിഷ്കളങ്കമായ സദാചാരാനുഷ്ഠാനം, അതിരഹസ്യത്വം, ബലമായ ജിതേന്ദ്രിയത്വം, ഈ മൂന്ന് തത്വങ്ങളാണ്, മൂന്ന് പില്ലർസാണ് കൗളമാർഗാനുഷ്ഠാനത്തിന് വിധിച്ചിരിക്കുന്നത്. സോ കൗളമാർഗത്തിലൂടെ ആർക്കെങ്കിലും സിദ്ധി വരുത്തണം എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും വളരെ കൃത്യനിഷ്ഠയോട് പരിപാലനം ചെയ്തു വരണം. വേദങ്ങൾ മുഖ്യമായും പ്രതിപാദിക്കുന്നത് യാഗത്തെയാണ്. ഈ യാഗത്തെ അനുഷ്ഠിക്കേണ്ടത് ഉത്തമന്മാരായ ബ്രാഹ്മണരാകുന്നു. എന്നാൽ ബാഹ്യമായി ചെയ്യപ്പെടുന്ന യാഗത്തിൽ ഉദ്ദിഷ്ട കാര്യലാഭത്തിനായിക്കൊണ്ട് അതിൽ ഹവിസ്സിനെ ഹോമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് മധു മാംസങ്ങളെ, അതായത് ജന്തുഹിംസയിലൂടെ ഉപയോഗപ്പെടുത്തുന്നത് അവൈദികമോ അനാചാരമോ ആകുന്നില്ല എന്നതാണ് പരമേശ്വരൻ്റെ നിയമം. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള സംശയം നിവൃത്തിയാകും. അതായത് യാഗത്തെ ബഹിർയാഗം എന്നും അന്തർയാഗം എന്നും രണ്ടായി വിധിച്ചിട്ടുണ്ട്. ബഹിർയാഗത്തിലാണ് പദാർത്ഥങ്ങളെ ഹോമിക്കുന്നത്. പക്ഷേ അന്തർയാഗത്തിലോ ഭൂമ്യാദി ശിവബന്ധിതമുള്ള 36 തത്വങ്ങളെയുമാണ് ഹോമിക്കേണ്ടത്. ഇതാണ് ലളിതാ സഹസ്രനാമത്തിൽ രഹസ്തർപ്പണ തർപ്പിതായേ നമഃ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ അന്തർഭാഗത്തിൽ മൂലാധാര ചക്രത്തിൽ ഇടവിടാതെയും കത്തിക്കാനുള്ള പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയും ജ്വലിക്കുന്ന ജ്ഞാനശക്തിയും അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ളതും അത്ഭുതകരമായിരിക്കുന്ന കാന്തി സമൂഹത്തിന് നിലമായിരിക്കുന്നതും സ്വേച്ഛയാ ജഗത്തിനെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ശക്തിയുള്ളതും ആയ ആ കുണ്ടലിനി ശക്തി ചിദഗ്നിയിൽ 36 തത്വങ്ങളെയും ഹോമിക്കുകയാണ് ചെയ്യുന്നത്. ബഹിർമുഖമായി പ്രസരിക്കുന്ന മനോവൃത്തികളെയെല്ലാം അന്തർമുഖമായി ഏകീകരിച്ച് ആത്മാവിൽ യോജിപ്പിച്ച് അവയെയെല്ലാം കുണ്ടലിനി ചിദഗ്നിയിൽ ഹോമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നാം ഇതിനെയെല്ലാം ഇന്ന് വെളിയിൽ കാണുന്ന പദാർത്ഥങ്ങളെ ഉപയോഗിച്ച് ജന്തുഹിംസകൾ ചെയ്ത് പലവിധമായ അനാചാരാദികളെ പ്രയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ചെയ്യുന്ന ഈ ക്രിയകൾക്കെല്ലാം ഒരു ഫലവും കിട്ടുന്നതല്ല. ഇതെല്ലാം വ്യർത്ഥമാണ്, മിഥ്യയുമാണ്. ഇതിന് ഒരിക്കലും മോക്ഷം അല്ലെങ്കിൽ മുക്തി കിട്ടുന്നതല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ ഉത്തമ ഭക്തന്മാരുടെയും അല്ലെങ്കിൽ ദൈവമാഹാത്മ്യം അറിഞ്ഞിട്ടുള്ളവരുടെയും അഭിപ്രായം. കൗളമാർഗത്തിൽ മധുമാംസങ്ങളെ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നത് അനാചാരമോ അവൈദികമോ അല്ല എന്ന് പറഞ്ഞിട്ടത് വിപ്രന്മാർക്കുള്ളതാണ്. വിപ്രന്മാർ ഒരിക്കലും മധുമാംസങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ജന്തുഹിംസകളെ ചെയ്തുകൊണ്ടോ ഉള്ള യാഗയജ്ഞങ്ങളെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം കൗളാചാരപ്രകാരമുള്ള ബിന്ദുതർപ്പണം, അതായത് ഹോമം 4 ജാതിക്കാർക്കും ബാധകമായിരുന്നതായാലും 4 ജാതിക്കാരും വ്യത്യസ്ത പദാർത്ഥങ്ങളെ കൊണ്ടായാണ് ഹോമിക്കേണ്ടത്. ഹവിസായി വ്യോമാഗ്നിയിൽ നൽകപ്പെടേണ്ടത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രൻ എന്നുള്ള 4 വർണികൾ. അതിൽ ബ്രാഹ്മണർ വന്ന് ക്ഷീരം കൊണ്ടും, അതായത് പാല് ഒഴിച്ചിട്ടുള്ള ഹോമങ്ങളെ ചെയ്യുകയും ക്ഷത്രിയന്മാർ അജ്യം, അതായത് നെയ്യ് ഒഴിച്ചുകൊണ്ടിട്ടുള്ള യജ്ഞങ്ങളെയും, വൈശ്യന്മാർ മധു, അതായത് തേൻ, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള യജ്ഞവും, ശൂദ്രന്മാർ മദ്യം ഒഴിച്ചുകൊണ്ടുള്ള യാഗയജ്ഞങ്ങളെയുമാണ് ദേവിക്കായി സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ തർപ്പണം ചെയ്യേണ്ടത്, ഹവിസായി നൽകപ്പെടേണ്ട ഹോമദ്രവ്യങ്ങൾ. അതുകൊണ്ട് ബ്രാഹ്മണർ അല്ലെങ്കിൽ ദ്വിജന്മാർ മദ്യമാംസം ഹോമിക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ആജ്ഞാവിധി. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 64 തന്ത്രങ്ങളും ശൂദ്രന്മാർക്കും, 8 + 5 8 5 13, ഈ 13 തന്ത്രങ്ങൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർക്കും, ദേവീതന്ത്രം എന്ന് പറയപ്പെടുന്ന ദേവി ഉപാസന ചതുർവർണികൾക്കും,
ബാധകമാകും. മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയെല്ലാം വ്യാഖ്യാനം ചെയ്തത് മറ്റുള്ള ഈ തന്ത്രവിദ്യകളുടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കൗളമാർഗം ഈസ് നോട്ട് സംതിങ് അപ്ലിക്കബിൾ ഫോർ എവരി വൺ. ഒരിക്കലും കൗളമാർഗം എല്ലാവർക്കും ഉള്ളതല്ല. ഈ കൗളമാർഗം അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഈ 64 തന്ത്രവിധികളെയും പരമശിവൻ ചിട്ടപ്പെടുത്തിയത് അബ്രാഹ്മണർക്കുള്ളതായിട്ടാണ്, ദ്വിജന്മാർക്കുള്ളതല്ല. കാരണം അന്നത്തെ വനങ്ങളിൽ താമസിച്ചു വന്നിരുന്ന കാട്ടിൽ വസിക്കുന്നവർ, പ്രാകൃതർ, അവർക്ക് ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം കൊണ്ട് യാഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അന്ന് അതൊന്നും അവർക്ക് ലഭ്യമല്ല. അവരൊന്നും പിന്നെ രാജ്യത്തിനകത്ത് വന്ന് ഒന്നും ശേഖരിച്ച് പോകാറില്ല. അപ്പോൾ ഇതെല്ലാം അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭക്തന്മാരായ നമ്മളെല്ലാവരും ഇതുമാതിരിയുള്ള ഉപാസനകളിൽ നിന്നും പിന്തിരിഞ്ഞ് സദ്വാസന എന്ന് പറയപ്പെടുന്ന 8 ചന്ദ്രകലാ വിദ്യ, അതല്ലെങ്കിൽ ശുഭപഞ്ചകം എന്ന് പറയപ്പെടുന്ന വിദ്യകൾ, പരാശക്തിയുടെ പഞ്ചദശാക്ഷരി വിദ്യ എന്ന് പറയപ്പെടുന്ന ലളിതാ സഹസ്രനാമം ജപം ചെയ്തതിനാൽ തന്നെ മതി. എല്ലാ ഉപാസനകളും അതിലടങ്ങി. എല്ലാ ഉപാസനാക്രമത്തിൻ്റെയും മഹാത്മ്യം ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓം പരാശക്തിയെ നമഃ, ഓം ഭവാന്യേ നമഃ എന്നുള്ള മഹാമന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന ഒരു പുഷ്പങ്ങളെ, കുറച്ച് 1-2 പുഷ്പങ്ങളും ഒരു ടീസ്പൂൺ ജലം, ദൈവമേ എനിക്കിതാണ് നിനക്ക് തരാൻ സാധിക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. അത്രമാത്രം മതി. യാഗയജ്ഞങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഫലം കിട്ടും, അതിൽ സംശയിക്കാനില്ല. അതുകൊണ്ട് ഈ മന്ത്രത്തെ വളരെ ഭക്തിശ്രദ്ധയോടുകൂടി ജപം ചെയ്ത് ഇതിൻ്റെ അർത്ഥത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് സംശയരഹിതനായി ഈ മന്ത്രജപത്തെ ചെയ്ത് പരാശക്തിയുടെ അനുഗ്രഹം നേടുക. അതുകൊണ്ടാണ് ആദിശങ്കര ഭഗവത്പാദർ ഈ കൗളമതത്തെയോ മറ്റുള്ള മതങ്ങളെയെല്ലാം അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ സമയമതക്കാരനായ ശങ്കരാചാര്യർ ആയിരിക്കുന്ന പരാശക്തിയുടെ ഈ 65ാമത്തെ തന്ത്രത്തെ ഇത്രയും പ്രശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ജാതിമതഭേദമന്യേ സർവർക്കും ചെയ്യാവുന്ന പൂജയാകുന്നു ശ്രീചക്രപൂജ എന്ന് പറയപ്പെടുന്ന പരാശക്തിയുടെ ഈ പഞ്ചദശാക്ഷരി പൂജ. ഓൺലി കണ്ടീഷൻ ഒരു ഗുരുമുഖത്തിൽ നിന്നും മന്ത്രം ഉപദേശം വാങ്ങിച്ചു വേണം ചെയ്യാൻ, അത്രമാത്രമേ ഉള്ളൂ. ചതുഷ്ഷ്ട്യാതന്ത്രൈഹി സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത് സിദ്ധി പ്രസവ പരതന്ത്രൈഹ പശുപതി പുനസ്ത്വാന്യർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടന സ്വതന്ത്രം തേ തന്ത്രം ശിതികമല അവാതീത രതിധം. ഓം പരാശക്തേ നമഃ. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.